ഈ തുറന്നിട്ടുകൊണ്ടുള്ള തുള്ളിച്ചാട്ടങ്ങൾ, ഈ തുറന്നിട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്? ഇത് നടക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥ. അലൈസ മിൻകും റജുലുൻ റശീദ്, ഖുർആൻ ചോദിച്ചില്ലേ, ഒരാളെങ്കിലും ഇല്ലേ ഈ നടക്കുന്നത് ദീനല്ല എന്ന് പറയാൻ, ഈ നടക്കുന്നത് ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് പറയാൻ, ഈ നടക്കുന്ന തുള്ളിച്ചാട്ടം അത് ദീനിനെതിരാണെന്ന് പറയാൻ, ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയാൻ നമുക്കെന്താണ് മടി? നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇതാണ് ഇസ്ലാമിന്റെ വേഷം, ഇതാണ് ഇസ്ലാമിന്റെ രൂപം, ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. ഏകദൈവ ആരാധനയെ പാടുള്ളൂ. അതിനെതിരായ ഒരു വിശ്വാസവുമായി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പാടില്ല എന്ന് പറയാൻ നമുക്ക് എന്താണ് മടി? ഭൂരിപക്ഷത്തിനൊത്ത് അല്ലെങ്കിൽ സമൂഹം മുഴുവൻ തുള്ളുന്നതിനൊത്ത് തുള്ളേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും തുള്ളുന്നു, നാടോടുമ്പോ നമ്മളും കൂടെ ഓടാണോ? നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊരു ജനതയാണ്. ഇസ്ലാമിലാണ് നമ്മൾ ഇസ്സത്ത് കാണുന്നത്, ഇസ്ലാമിക വിശ്വാസത്തിലാണ് നമ്മൾ ഇസ്സത്ത് കാണുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മളെ നിന്ദ്യരാക്കി കളയും. മുസ്ലിം സമൂഹത്തിന് ഇത് പറയാൻ കഴിയാതെ പോകുന്നു. ഇതെന്റെ വിശ്വാസത്തിനെതിരാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനാണ്, ലാ മഅബൂദ ഇല്ലാ ബിഹഖ്ഖിൻ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധ്യനായി, ആരാധനയ്ക്ക് അവകാശിയായി ഒരാളുമില്ല. എന്റെ വിശ്വാസത്തിൽ അദ്വൈതമില്ല, എന്റെ വിശ്വാസത്തിൽ അങ്ങനെ ഏതെങ്കിലും പുണ്യപുരുഷന്മാരില്ല, എന്റെ വിശ്വാസത്തിൽ അങ്ങനെ ഏതെങ്കിലും ഉയർത്തെഴുന്നേൽപ്പോ, അങ്ങനെ ഏതെങ്കിലും ദൈവം മനുഷ്യനായി വരലോ, മനുഷ്യനിലേക്ക് ദൈവികമായ എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരലോ, ഇതൊന്നും എന്റെ വിശ്വാസത്തിലില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഏകനായ റബ്ബിലാണ്. ആ റബ്ബ് കൊണ്ടുവന്ന പ്രവാചകന്മാരിലൂടെ അറിയിച്ചു തന്ന ആദർശമാണ് ഇസ്ലാം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഭൂരിപക്ഷത്തിനൊത്ത് നമ്മൾ തുള്ളേണ്ടവരല്ല.